ഇമാം അഹ്മദ് റഹിമഹുള്ളയോട് ഒരു വിദ്യാർത്ഥി ചോദിച്ചു, ഇമാമെ, എപ്പോഴാണ് ഈ മജ്ലിസുൽ ഇൽമിലേക്കുള്ള പോക്ക് താങ്കൾ നിർത്തുക? അഥവാ കുട്ടികളോടൊപ്പം ഇമാം അഹ്മദും മജാലിസുൽ ഇൽം, പണ്ഡിതന്മാരുടെ ഇൽമിൻ്റെ സദസ്സിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി ചോദിച്ചതാണ്, ഇമാം അഹ്മദ്, ഇത് നിർത്താനായിട്ടില്ലേ? ആവശ്യത്തിന് ഇൽമ് കിട്ടിയില്ലേ എന്നാണ് ഇമാം അഹ്മദിനോട് ഈ വിദ്യാർത്ഥി ചോദിക്കുന്നത്. ഇമാം അഹ്മദ് പറഞ്ഞു, മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ, മഷികുപ്പിയോടെ മഖ്ബറയിലേക്ക് എന്നാണ് ഇമാം അഹ്മദ് മറുപടി നൽകിയത്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അസ്സായിഗ് അദ്ദേഹം ഒരു കാര്യം ഇമാം അഹ്മദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ബഗ്ദാദിലേക്ക് വന്നപ്പോൾ, ഇമാം അഹ്മദ് എവിടെയായിരുന്നു? ബഗ്ദാദിലായിരുന്നു. ബഗ്ദാദിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇമാം അഹ്മദിനെ കണ്ടു. ഇമാം അഹ്മദ് ഓടുകയാണ്. എങ്ങോട്ടാണ് ഓടുന്നത്? ഇമാം അഹ്മദ് ഓടുന്നത് മജ്ലിസ് ഇൽമിലേക്കാണ്. അപ്പോൾ എൻ്റെ ഉപ്പ, അഥവാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അസ്സായിഗിൻ്റെ ഉപ്പ ഇമാം അഹ്മദിൻ്റെ തൗബ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അലാ തസ്തഹി, ലജ്ജിക്കുന്നില്ലേ കുട്ടികളോടൊപ്പം ഓടാൻ? അപ്പോൾ ഈ ഉപ്പ ചോദിച്ചത്, എപ്പോഴാണ് ഇത് നിർത്തുക? അതൊന്ന് നിർത്തണ്ടേ? നിങ്ങൾക്ക് ആവശ്യത്തിന് പഠിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് അതിന് നൽകിയത്, ഇൻഷാ അല്ലാഹ് മരണത്തിൻ്റെ സമയത്ത് ഇൻഷാ അല്ലാഹ് അത് നിർത്തും എന്നാണ് ഇമാം അഹ്മദ് അതിന് നൽകിയ മറുപടി. കാരണം അത്രമാത്രം പ്രതിഫലം ലഭിക്കുന്നൊരു ഇബാദത്താണ് ഇൽമ് തേടുക എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലമാക്കളെ കുറിച്ച് പറഞ്ഞത് വറസത്തുൽ അംബിയ എന്നാണ്. അംബിയാക്കളുടെ അനന്തരാവകാശികളായിട്ടാണ് അവരെ വിശേഷിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഉലമാ വറസത്തുൽ അംബിയ വ ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. അംബിയാക്കൾ ഇവിടെ വിട്ടുവെച്ച് പോയത് ദീനാറും ദിർഹമല്ല, നേരെ മറിച്ച് അറിവാണ്. അപ്പോൾ ആ അറിവ് ലഭിക്കുന്നവർക്കായിരിക്കും അതിൻ്റെ ഖൈർ ഉണ്ടാവുക. ഇതിൻ്റെ മഹത്വം അറിയിക്കുന്ന വേറൊരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്നുള്ളതിന് ഇസ്തിഷ്ഹാദ് ചെയ്തത്, അതിന് സാക്ഷികളായി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത് ആരെയാണ്? പണ്ഡിതന്മാരെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇമ്രാനിൽ പറയുന്നത് കാണാം, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹുവിന് പുറമെ വേറൊരു ആരാധ്യനില്ല എന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. വൽ മലായികതു വ ഉലുൽ ഇൽം, അതുപോലെ മലക്കുകളും വ ഉലുൽ ഇൽം, ഇൽമുള്ളവരും സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആല ഇമ്രാനിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടണമെങ്കിൽ ഇൽമു വേണം. അതുകൊണ്ടാണ് സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുന്നത് മിൻ ഇബാദിഹിൽ ഉലമാ, പണ്ഡിതന്മാരാകുന്നു. അപ്പോൾ ഇതൊക്കെ ഇൽമിൻ്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. സുഹ്രി റഹിമഹുല്ലാ, അദ്ദേഹം ഹദീസിലെ വലിയ പണ്ഡിതനാണ്. സുഹ്രി മുഹമ്മദ് ബിൻ ഷിഹാബ്, മുഹമ്മദ് ബിൻ ഉബൈദില്ല ബിൻ അബ്ദില്ല ബിൻ ഷിഹാബിൻ സുഹ്രി 124 മരണപ്പെട്ട സുഹ്രി അദ്ദേഹം പറയുന്നത്, മാ ഉബിദല്ലാഹ് ബിമിസ്ലിൽ ഇൽം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പോലെ ഒരു കാര്യം കൊണ്ട് ആരാധിക്കപ്പെട്ടിട്ടില്ല. അഥവാ അത്ര പ്രധാനപ്പെട്ട ഇബാദത്താകുന്നു ഇൽമ് എന്നാണ് സുഹ്രി ഇതിലൂടെ ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൈർ ലഭിക്കണമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇൽമ് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദീനിൽ ഇൽമ്, ജ്ഞാനം നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇൽമിൻ്റെ സദസ്സിലൂടെ ഒരു അടിമക്ക് ലഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും സക്കീനത്തും അതുപോലെ മലക്കുകളുടെ സാന്നിധ്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, വ ഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹ റിദൻ ലിതാലിബിൽ ഇൽം, മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തും ആർക്ക് വേണ്ടി? ലിതാലിബിൽ ഇൽം, താലിബിൽ ഇൽമിന് വേണ്ടി.
അറിവ് തേടുന്നവന് വേണ്ടി. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, വലൗ ലം യകുൻ ഫിൽ ഇൽമി ഇല്ലൽ ഖുർബു മിർ റബ്ബിൽ ആലമീൻ ഔ അൽ ഖുർബ മിർ റബ്ബിൽ ആലമീൻ والالتحاق بعالم الملائكة وصحبة الملأ الأعلى لكفى به فضلا وشرفا ولو لم يكن في العلم. ഇൽമിലൂടെ ഒരാൾ നേടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അടുപ്പവും അതുപോലെ മലക്കുകളോടുള്ള ഒരുമിച്ച് കൂട്ടരും, അഥവാ മലക്കുകൾ മജ്ലിസുൽ ഇൽമിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇൽമിലൂടെ ഒരാൾ നേടുന്നുണ്ടെങ്കിൽ ലകഫ ബിഹി ഷറഫൻ വ ഫദ്ല, അത് മതി ആ ഇൽമിൻ്റെ മഹത്വം അറിയിക്കാൻ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഫകൈഫ വഇസ്സു ദുനിയ വൽ ആഖിറ മനൂത്തും ബിഹി വ മശ്റൂത്തും ബിഹുസൂലി. എന്നാൽ അത് മാത്രമല്ല, ദുനിയാവിലെയും ആഖിറത്തിലെയും ഇസ്സത്ത്, പ്രതാപം, ഒരാളുടെ പ്രതാപം ദുനിയാവിലെയും ആഖിറത്തിലെയും ഇസ്സത്ത് ഇൽമിലൂടെയാണ് എന്നറിഞ്ഞാൽ അതിനേക്കാളും വലിയ എന്ത് കാര്യമാണുള്ളത് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്. ഒരാളുടെ പദവി ഉയരണമെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അവന് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഇബാദത്താകുന്നു ഇൽമ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദലയിൽ എന്താ പറഞ്ഞത്? യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ വിശ്വസിച്ചവരെയും അതുപോലെ ഇൽമ് നേടിയവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പദവികൾ ഉയർത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, മൻ അലിമ വഅമില വഅല്ലം, ആരെങ്കിലും പഠിക്കുകയും എന്നിട്ട് വഅമില പ്രവർത്തിക്കുകയും എന്നിട്ട് വഅല്ലമ അതിനുശേഷം പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫദാലിക യുദ്അ അദീമൻ ഫീ മലകൂതിസ് സമാ, അവനെ ആകാശത്തിൽ അവനെ മഹാനെന്ന് വിളിക്കപ്പെടുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇൽമിലൂടെ ഒരാൾക്ക് നഫ്അ ലഭിക്കുന്നത്, ഒരാൾക്ക് അതിൻ്റെ ഫലം കാണുക ഈ ദുനിയാവിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ മാത്രമല്ല, മരണശേഷവും അതിൻ്റെ നഫ്അ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻഖതഅ അമലുഹു, അവൻ്റെ പ്രവർത്തികളൊക്കെ നിൽക്കും, ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ. അതിലൊന്ന് എണ്ണിയത് എന്താണ്? ഇൽമുൻ യുൻതഫഉ ബിഹി, നഫ്ഉള്ള ഇൽമ് എന്നാണ് അതിൽ ഒന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഇൽമിന് ഇത്രമാത്രം പ്രാധാന്യം നൽകുകയും അവരുടെ സമയം മുഴുവനും ഇൽമിന് വേണ്ടി മാറ്റിവെച്ചതും. ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഒരു ഹദീസ് മുഅല്ലഖായി ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ വരുന്നത് ജാബിർ ബിൻ അബ്ദില്ല, അദ്ദേഹം സഹാബിയാണ്. ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി ജാബിർ ബിൻ അബ്ദില്ല യാത്ര ചെയ്യുന്നത് മസീറത്തു ഷഹറാണ്, ഒരു മാസത്തെ യാത്രയാണ് ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി ജാബിർ ബിൻ അബ്ദില്ല അബ്ദുല്ലാഹിബിൻ ഉനൈസിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യുന്നത്, ഒരു ഹദീസ് മാത്രം കേൾക്കാൻ വേണ്ടി. അതുപോലെ ഹുമൈദി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത വേറൊരു കാര്യമാണ്, അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ നിന്ന് ഇവർ 2 പേരും കേട്ട ഒരു ഹദീസ് ഉണ്ട്. അത് ഉറപ്പിക്കാൻ വേണ്ടി അബു അയ്യൂബ് അൽ അൻസാരി ഉഖ്ബത്ത് ബിൻ ആമിർ, അദ്ദേഹം ഈജിപ്തിലായിരുന്നു, അബു അയ്യൂബ് അൽ അൻസാരി മദീനയിലാണ്, യാത്ര ചെയ്യുകയാണ്. ആരുടെ അടുക്കലേക്ക്? ഉഖ്ബത്ത് ബിൻ ആമിറിൻ്റെ അടുക്കലേക്ക് ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി. മാലിക് റഹിമഹുല്ല അദ്ദേഹം സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വറഹിമഹു, അദ്ദേഹം താബിഈയാണ് സഈദ് ബിൻ മുസയ്യിബ്,
അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സയ്യിദ് ഇബ്നു മുസയ്യിബ് പറയുകയാണ്, ഇന്നി കുന്തു ലഅംശി ലയാലി വൽ അയ്യാം തലബൻ ലിഹദീസിൻ വാഹിദ്. ഒരു ഹദീസ് മാത്രം പഠിക്കാൻ വേണ്ടി, ഒരു ഹദീസ് മാത്രം കിട്ടാൻ വേണ്ടി ഞാൻ ദിവസങ്ങളോളം അല്ലെങ്കിൽ രാത്രികളോളം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് നടന്നുകൊണ്ട്. ആര് പറയുകയാണ്? സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വറഹിമഹു. ഇബ്നു ദൈലമി അദ്ദേഹം ഒരു ഹദീസ് കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസ്. അതായത് ആ ഹദീസ്, ഇന്നല്ലാഹ ല യക്തുബു ലിഅബ്ദിഹിൽ മുഅ്മിൻ ബിൽ ഹസനത്തിൽ വാഹിദ അൽഫ ഹസന. ഇന്നല്ലാഹ ല യക്തുബു, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും എഴുതും, ല യക്തുബു ലിഅബ്ദിഹിൽ ഹസന, ഒരു അടിമ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അൽഫ ഹസന, അഥവാ ഇന്ന് അൽഫ ഹസന പറഞ്ഞാൽ 1,000,000 ഹസന ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതും എന്ന് പറയുന്നൊരു ഹദീസ് ഇബ്നു ദൈലമി കേട്ടു. അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അംർ ഇബ്നുൽ ആസ് ആണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, അംർ ഇബ്നുൽ ആസ് തായിഫിലുണ്ട്, അംർ ഇബ്നുൽ ആസ് തായിഫിലുണ്ട്. ഇബ്നു ദൈലമി എവിടെയാണ്? ഫിലിസ്തീനിലാണ്. അപ്പോൾ ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ആ ഹദീസ് മാത്രം ഉറപ്പിക്കാൻ വേണ്ടി ഇബ്നു ദൈലമി യാത്ര ചെയ്തത് ഫിലിസ്തീനിൽ നിന്ന് തായിഫിലേക്ക് വരെയാണ്, ഒരു ഹദീസിന് വേണ്ടി. ഇങ്ങനെയായിരുന്നു അവർ ഇൽമ് നേടിയിരുന്നത്. സിയാദ് ഇബ്നു ഹുബാബ് അൽ ഉക്ലി, അദ്ദേഹം ഇമാമാണ്, ഹുജ്ജയാണ്, സിഖയാണ്, സ്വീകാര്യനാണ്. സിയാദ് ഇബ്നു ഹുബാബ് അൽ ഉക്ലി അദ്ദേഹം ഒരു ഹദീസ് കേട്ടു. സുഫിയാനു സൗരി റഹിമഹുല്ലാ, അദ്ദേഹം കൂഫയിലൊരു പണ്ഡിതനായിരുന്നു. സുഫിയാനു സൗരി അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. സുഫിയാനു സൗരിയുടെ വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് സിയാദ് ഇബ്നു ഹുബാബ് അൽ ഉക്ലി. അദ്ദേഹം സുഫിയാനു സൗരിയിൽ നിന്നൊരു ഹദീസ് കേൾക്കുകയാണ്. ഏതാണ് ആ ഹദീസ്? ഫർഖു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തുസ് സഹർ. ഫർഖു മാ ബൈന, നമ്മുടെ നോമ്പും അതുപോലെ അഹ്ലുൽ കിതാബ് വേദഗ്രന്ഥക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അക്ലത്തുസ് സഹറാണ്, സുഹൂറാണ് എന്നുള്ള ഹദീസ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സുഫിയാൻ സൗരി പറയുന്നത്, ഹദ്ദസനി, എനിക്ക് തഹദീസ് ചെയ്തത് ആരാണ്? ഉസാമത്ത് ബിൻ സെയ്ദ് അൻ മൂസ ബിൻ ഉലൈ അൻ അബീഹി അൻ أبي قيس مولى عبد الله بن عمرو بن العاص عن عمرو بن العاص رضي الله عنهما عن النبي صلى الله عليه وسلم. ഇതാണ് പരമ്പര. അപ്പം സുഫിയാൻ സൗരി പറയാണ്, എനിക്ക് ഹദീസ് പറഞ്ഞത് ഉസാമത്ത് ബിൻ സെയ്ദ് ആരിൽ നിന്നാണ് എടുത്തത്? മൂസ ബിൻ ഉലൈൻ്റെ ബാപ്പയിൽ നിന്ന്. മൂസ ബിൻ ഉലൈൻ്റെ ബാപ്പ ആരിൽ നിന്ന് എടുത്തു? അബി ഖൈസിൽ നിന്ന്. അബൂ ഖൈസ് അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അംർ ബിൻ അൽ ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സുഫിയാൻ സൗരി ഈ ഹദീസ് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ മദീനയിൽ നിന്ന് വന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ സിയാദ് ബിൻ ഹുബാബിനോട് പറഞ്ഞു, ഉസാമത്ത് ബിൻ സെയ്ദ് മദീനയിൽ നിന്നുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്, മദീനയിൽ നിന്നുണ്ട് പറഞ്ഞേ. അപ്പം കൂഫയിൽ നിന്ന് അപ്പം തന്നെ സിയാദ് ബിൻ ഹുബാബ് യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ട്? മദീനയിലേക്ക് യാത്ര ചെയ്തു. ഉസാമത്ത് ബിൻ സെയ്ദ്, അന്ന് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, യാത്ര സമയമെടുക്കുമല്ലോ. ഉസാമത്ത് ബിൻ സെയ്ദിനെ മദീനയിൽ നിന്ന് കാണുന്നു. ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഉസാമത്ത് ബിൻ സെയ്ദിനോട് പറയുന്നു, സുഫിയാൻ സൗരി ഇങ്ങനൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു, ശരിയാണോ? അപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് പറയുന്നു, നഅം ഹദ്ദസനി ബിദാലിക മൂസ ബിൻ ഉലൈ عن أبيه عن أبي قيس مولى عبد الله بن عمرو بن العاص عن عمرو بن العاص رضي الله عنهما عن النبي صلى الله عليه وسلم. എന്നിട്ട് ഈ ഹദീസ് പറയുന്നു. അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ എണീറ്റ് നിന്ന് പറയുന്നു, ഈ മൂസ ബിൻ ഉലൈ എവിടെയുണ്ട്? ഈജിപ്തിലുണ്ട്. ഈ മൂസ ബിൻ ഉലൈ ഈജിപ്തിലുണ്ട്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഈജിപ്തിലുണ്ട്. അപ്പോൾ സിയാദ് ബിൻ ഹുബാബ് പറയുന്നു, ഞാൻ അപ്പം തന്നെ എൻ്റെ സജ്ജി ബുക്സൊക്കെ എടുത്തിട്ട് ഞാൻ ഈജിപ്തിലേക്ക് യാത്രയായി. അങ്ങനെ ഈജിപ്തിലെത്തിയപ്പോൾ മൂസ ബിൻ ഉലൈൻ്റെ വീട്ടിൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട്
അദ്ദേഹം കാത്തു നിന്നു. അങ്ങനെ അദ്ദേഹം വാതിൽ തുറന്നപ്പോൾ മൂസ ബിൻ ഉലൈ ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചു. അപ്പോൾ സിയാദ് ബിൻ ഹുബ പറഞ്ഞു, ഇങ്ങനൊരു ഹദീസ് ഞാൻ കേട്ടു, ഇത് ശരിയാണോ? അപ്പോൾ മൂസ ബിൻ ഉലൈ പറയും, നഅം ഹദ്ദസനി ബിദാലിക അബി, എൻ്റെ ഉപ്പയാണ് എനിക്ക് ഈ ഹദീസ് പറഞ്ഞു തന്നത്. അൻ അബി ഖൈസിൻ മൗല അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസി അൻ അംർ ഇബ്നു അൽ-ആസി റളിയല്ലാഹു അൻഹുമാ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫർഖു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തുസ് സഹർ. ഒരു ഹദീസിന് വേണ്ടിയിട്ടാണ് സിയാദ് ബിൻ ഹുബാബ് അൽ-ഉക്ലി ഈ യാത്രകളെല്ലാം ചെയ്തത്. അത്രമാത്രം സൂക്ഷ്മമായ ഇൽമാണ് ഇൽമു അൽ ഹദീസ് എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഖലഫ് ഇബ്നു ഹിഷാം അദ്ദേഹം പറയുന്നു, നഹ്വിലെ ഒരു മസ്അല എനിക്ക് ഇഷ്കാൽ വന്നു, അത് പഠിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പഠിച്ചത് 80,000 ദിർഹം അതിനു വേണ്ടി ചിലവാക്കിയതിന് ശേഷമാണ്. ഇതൊക്കെ ഇൽമിന് വേണ്ടിയായിട്ടായിരുന്നു അവരുടെ പണവും അവരുടെ ആരോഗ്യവും അവർ ചിലവാക്കിയിരുന്നത്. ഇമാം മാലിക്കിനെ കുറിച്ച് ഇബ്നുൽ ഖാസിം അൽ മാലിക്കി, അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ പ്രഗത്ഭനായ വിദ്യാർത്ഥിയായിരുന്നു ഇബ്നുൽ ഖാസിം. അദ്ദേഹം പറയുന്നു, ഇമാം മാലിക് അദ്ദേഹം തലബുൽ ഇൽമു തുടങ്ങിയപ്പോൾ പൈസ ഇല്ലായിരുന്നു, കൈമൽ കാശില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ചെയ്തത് എന്താണ്? അവസാനം പണം ഇല്ലായിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ റൂഫ് അദ്ദേഹം വിൽക്കേണ്ടി വന്നു, പണമുണ്ടാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി. അതായിരുന്നു ഇമാം മാലിക്. ഇബ്നുൽ ഖാസിം റഹിമഹുല്ല അദ്ദേഹം ഈജിപ്തുകാരനാണ്. ഇബ്നുൽ ഖാസിം അൽ മാലിക്കി അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ പ്രഗത്ഭനായ ഒരു സ്റ്റുഡൻ്റാണ് ഇബ്നുൽ ഖാസിം. അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ അടുക്കലേക്ക് വരുന്നത്, ഇമാം മാലിക് നമുക്കെല്ലാവർക്കും അറിയാം മദീനത്താണ്. ഇമാം മാലിക്കിൻ്റെ അടുക്കലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ശേഷമാണ്, കല്യാണം കഴിഞ്ഞ ഉടനെയാണ്. അങ്ങനെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാമിലായിരുന്നു. ഇമാം മാലിക്കിൻ്റെ അടുക്കലേക്ക് എത്തി, മദീനയിൽ നിന്നു, അവിടെ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ മകനെ പിന്നെ ആദ്യമായിട്ട് കാണുന്നത് 17-ാം വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ മകനെ ഇബ്നുൽ ഖാസിം അൽ മാലിക്കി കാണുന്നത് 17-ാം വയസ്സിലാണ്. ഇബ്നുൽ ഖാസിം അൽ മാലിക്കിൻ്റെ ആ മകൻ ഹജ്ജിന് വന്നു. അങ്ങനെയാണ് ഇബ്നുൽ ഖാസിം അൽ മാലിക്കി അദ്ദേഹത്തിൻ്റെ മകനെ ആദ്യമായിട്ട് കാണുന്നത്. ഇബ്നു മന്ദ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് 20-ാം വയസ്സിലാണ്. അദ്ദേഹം മടങ്ങുന്നത് 65-ാം വയസ്സിലാണ്. 45 വർഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ തലബുൽ ഇൽമിൻ്റെ യാത്ര. ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹം മരണപ്പെടുന്നത് 45-ാം വയസ്സിലാണ്. എന്നാൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ 20ഓളം മുജല്ലദാത്തുകളായിരുന്നു. ഏതുവരെ 2-ാം ഷാഫിഈ എന്നറിയപ്പെടുകയും ചെയ്തു. പിന്നീട് ഇമാം നവവി റഹിമഹുല്ല, ഇമാം അല്ലാമ അൽ ജിബ്രീൻ റഹിമഹുല്ല അദ്ദേഹം മുആസിരീങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം മരണപ്പെടുന്നത് 80-ാം വയസ്സിലാണ്. 80-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരാഴ്ചയിൽ 18 ക്ലാസ്സുകളായിരുന്നു അദ്ദേഹം എടുക്കാറുള്ളത്. ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ഡിതന്മാർ. ഈ കഥകളൊക്കെ, ഈ ചരിത്രമൊക്കെ ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ കേരളക്കരയിൽ നമുക്ക് ആവശ്യമുള്ളത് പണ്ഡിതന്മാരെയാണ്. ഇന്ന് ഭൗതിക വിദ്യാഭ്യാസമുള്ള പലരുണ്ട് നമ്മുടെ നാട്ടിൽ ഇൽമു ശർഈ പഠിച്ചവർ കുറവാണ്, വളരെ കുറവാണ്. എന്നാൽ മുമ്പ് ഇൽമു ശർഈ നമ്മുടെ നാട്ടിൽ പഠിച്ചവർ കുറേ ഉണ്ടായിരുന്നു. ഏതുവരെ ഷാഫിഈയാക്കളുടെ കോട്ടയായിരുന്നു അറിയപ്പെടൽ കാലിക്കറ്റ്. ഇന്നത്തെ കാലിക്കറ്റ് ഷാഫിഈയാക്കളുടെ കേന്ദ്രമായിരുന്നു. ഇന്ന് നമ്മൾ കാലിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലം. ഇബ്നു ബത്തൂത്തൻ്റെ ഒരു ഗ്രന്ഥമുണ്ടല്ലോ, റഹലാത്ത്. അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തതാണല്ലോ. അദ്ദേഹം നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ വന്നപ്പോൾ അവിടുത്തെ പല കാര്യങ്ങളും അദ്ദേഹം 700-800 ഹിജ്റ
ഉള്ള ആളാണ് ഇബ്നു ബത്തൂത്ത. അദ്ദേഹം മൂപ്പർക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ അഥവാ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ മൂപ്പർ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അവിടെയുള്ള എല്ലാ ആൺകുട്ടികളും എല്ലാ പെൺകുട്ടികളും ഹാഫിദീങ്ങളാണ്, ഖുർആനും മനഃപ്പാടമാക്കിയ ഹാഫിദീങ്ങളാണ് എന്നാണ് ആര് പറഞ്ഞത്? ഇബ്നു ബത്തൂത്ത. അന്നത്തെ കാലത്ത്. ഇന്ന് നമ്മളെ നാട്ടിൽ ഹാഫിദീങ്ങളെ കാണാൻ പ്രയാസമാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്കൊക്കെ നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ.